അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ബൈത്തു സക്കാത്തിനെ പ്രോത്സാഹിപ്പിക്കുക, മഹാന്മാരായ ഉലമാക്കളെയും മുൻഗാമികളെയും ഒക്കെ മുശ്രിക്കാക്കി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കി കേരളത്തിൽ വലിയ ഫിത്തനയ്ക്ക് തുടക്കം കുറിച്ച KM മൗലവിയുടെ ജീവചരിത്രം പ്രകാശനം നടത്തുക, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയവരുടെ വേദികളിൽ പോയി പ്രസംഗിക്കുക. അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ വികലമാക്കുന്ന ചിന്താഗതിക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന, അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമാണോ? ഞാൻ ആരെയും ഒരു തങ്ങളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് ദീനാണല്ലോ വലുത്. ആ ദീൻ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ വലിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്തരം ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം മാതൃകയാക്കുന്ന, എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള സയ്യിദന്മാർ, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ പോലും അത് ഉണർത്തിക്കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കേരളീയ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പക്ഷേ ഒരു നല്ല ലക്ഷ്യം മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷെ അത് പണ്ഡിതന്മാരോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഇസ്ലാമിൻ്റെ കൃത്യമായ നയനിലപാടുകൾ എന്താണെന്ന് പറഞ്ഞു തരാൻ പണ്ഡിതന്മാർക്കാണല്ലോ സാധിക്കുക. അത്തരം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നടത്തുമ്പോൾ അത് ഈ പരിശുദ്ധ ദീനിന് എന്തെങ്കിലും കേടുപറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നല്ല നിലയിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റുകയുള്ളൂ. കാരണം ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത്ര വലിയ നേതാക്കന്മാരുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന് ഒരു കേടും സംഭവിച്ചുകൂടാ എന്ന് അവർ നിർബന്ധമായിട്ടും തീരുമാനിച്ചിരിക്കേണ്ടതാണ്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരു യാത്രക്കിടയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിക്കരികിൽ നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ പക്ഷേ വണ്ടി നിർത്തിയത് ഒരു മുജാഹിദ് പള്ളിയുടെ അടുത്തായിരുന്നു. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഇറങ്ങി പള്ളിയിലേക്ക് കയറാൻ നോക്കിയപ്പോഴാണ് മുജാഹിദ് പള്ളിയാണെന്ന് മനസ്സിലായത്. തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഏതെങ്കിലും സുന്നി പള്ളികൾ കണ്ടാൽ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചോദിച്ചു, മൂത്രമൊഴിക്കാനല്ല തങ്ങളെ, എന്തിനാണിപ്പോൾ സുന്നി പള്ളി മുജാഹിദ് പള്ളി എന്നിങ്ങനെ നോക്കുന്നത് എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ സമൂഹം മാതൃകയാക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയ നേതാവായിട്ടാണ് 10,000-കണക്കിന് ആളുകൾ എന്നെ കാണുന്നത്. ഞാൻ മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ മൂത്രമൊഴിക്കാനാണ് മുജാഹിദ് പള്ളിയിലേക്ക് കയറുന്നതെന്ന് കാണുന്ന എല്ലാവർക്കും അറിയില്ല. മറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ്? മുജാഹിദ് പള്ളിയിൽ കയറിയിട്ടും നിസ്കരിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എന്നെ കാണുന്ന ആളുകൾ ചിന്തിക്കുമ്പോൾ അവരും ആ ഒരു മാതൃക പിന്തുടരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവറോട് മറുപടി പറയുകയും ചെയ്തു. ഈ ഒരു മാതൃകയാണ് ഇന്നത്തെ നേതാക്കന്മാരും പിന്തുടരേണ്ടത്. അത് തന്നെയാണ് പാണക്കാട് സയ്യിദന്മാരും പിന്തുടരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പാണക്കാട് തങ്ങന്മാർ ഈ ഒരു നിലപാടിലേക്ക് പോയിട്ടുള്ളത്. കാരണം നിലവിലെ ഇന്ത്യൻ സാഹചര്യം മുസ്ലിങ്ങൾ വിഭജിച്ച് നിൽക്കാതെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു ലക്ഷ്യമായിരിക്കും ചിലപ്പോൾ സാദിഖലി തങ്ങൾക്കുണ്ടാവുക. എന്നാൽ മുത്തുനബിയുടെ ഒരു ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. എൻ്റെ സമുദായം 73 വിഭാഗമാകും, അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലുള്ളത് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. വളരെ സ്വഹീഹായ കൃത്യമായ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ആ സ്വഹീഹായ ഹദീസിനെ തള്ളിക്കളയുന്ന രീതിയിലാണ് പല നേതാക്കന്മാരും ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ഡിത വേഷധാരികളടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുത്തുനബി പറഞ്ഞ 72 വിഭാഗങ്ങളിൽ പെട്ടതാണ് ഇവിടെയുള്ള മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ ബിദ്ഈ കക്ഷികളെന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സുന്നികൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുന്നി പണ്ഡിതന്മാർ അവരെയൊക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വലയിൽ ആരും പെട്ടുപോകരുതെന്ന് പറയുന്നതും
അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ 72 വിഭാഗങ്ങളിൽ പെട്ടുപോയാൽ നരകത്തിലായിരിക്കും. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ, ആഖിറം രക്ഷപ്പെടണമെങ്കിൽ ഈ സുന്നത്ത് ജമാഅത്ത് എന്ന ഒരൊറ്റ വിഭാഗത്തിൽ അടിയുറച്ച് നിൽക്കണമെന്ന് സുന്നി പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ആ ഒരു ഹദീസ് തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എന്ന ചിന്താഗതി മുത്തുനബിയുടെ ഹദീസ് തള്ളിക്കളയുന്നതിന് തുല്യമല്ല അത്. മുത്തുനബി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല 73 വിഭാഗവും വിഭജിക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആ കാര്യത്തിൽ ഇത്ര ആശങ്കപ്പെടുന്നത്? 73 വിഭാഗമായി വിഭജിച്ചു പോകുമെന്ന് മുത്തുനബി പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കാതെ ഒരിക്കലും പോവുകയില്ല. അതുപോലെ 73 വിഭാഗവും വിഭജിക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് മുത്തുനബി പറയാത്തത് കൊണ്ട് നമ്മൾ അതിന് ശ്രമിക്കുകയും വേണ്ട. അപ്പോൾ ഈ നരകത്തിലേക്കുള്ള വിഭാഗത്തിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ബാധ്യതയാണ്. സമസ്ത എന്ന പണ്ഡിത സഭ രൂപീകരിച്ചത് തന്നെ അത്തരമൊരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ലേ. മേൽപ്പറഞ്ഞ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ വിഭാഗങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ അവർ പെടുന്നില്ല എന്നുള്ളത്. കാരണം അവരൊക്കെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പരിശുദ്ധ സഹാബത്തിനെ തള്ളിയവരാണ്. പരിശുദ്ധ സഹാബത്തിനെ തള്ളുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളിയവരാണ്, പരിശുദ്ധ ഖുർആൻ തള്ളിയവരാണ്. ഏതെങ്കിലും ഒരു നിലക്ക് സഹാബത്തിനെയോ ഖുലഫാഉർ റാഷിദീങ്ങളെയോ തള്ളിക്കളഞ്ഞാൽ അത് മുത്തുനബിയെയും പരിശുദ്ധ ഖുർആനിനെയും തള്ളിയതിന് തുല്യമാണ്. അപ്പോൾ ആ സഹാബത്തിനെ തള്ളിയ ആളുകൾ ഒരിക്കലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെടുകയില്ല എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്തായാലും 73 വിഭാഗവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ. ഒരു വിഭാഗം മാത്രമേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉള്ളൂ. പക്ഷെ ഏതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായിട്ടത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഏതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെട്ട കേരളീയ സമൂഹത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും സമസ്ത എന്ന പ്രസ്ഥാനത്തിന് മുന്നിൽ അടിയുറച്ചു നിന്നു. അതല്ലെങ്കിൽ സുന്നി വിശ്വാസത്തോടൊപ്പം അടിയുറച്ചു നിന്നു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് വിഭാഗങ്ങളിൽ പെട്ടുപോയിട്ടുള്ളൂ. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ 10% പോലും ആളുകൾ ഇത്തരം വിഭാഗങ്ങളിൽ പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതെങ്ങനെയാണ് സംഭവിച്ചു? മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയുള്ള മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഇത്തരം ബിദ്അഈ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയവരാണ്. പക്ഷെ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇത്തരം ബിദ്അഈ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണ്? കേരളത്തിൽ സമസ്തയുടെ പ്രവർത്തനം മൂലമാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളും സുന്നികളായിട്ട് നിലനിൽക്കുന്നത്. അത്തരം ബിദ്അഈ പ്രസ്ഥാനങ്ങളിലേക്ക് പോകാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് സമസ്തയുടെ പ്രവർത്തനം കൊണ്ടാണ്. മാത്രമല്ലോ, സമസ്ത ഉണ്ടായത് കൊണ്ടാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്രത്തോളം ഈ കേരളത്തിലുണ്ടായത്. കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും അഹ്ലു ബൈത്തിനെ ഇത്രത്തോളം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കാരണം സമസ്ത ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. ഇനി അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ വലിയ പണ്ഡിതന്മാരല്ലെങ്കിലും വലിയ സൂഫിയാക്കളല്ലെങ്കിലും അവരോട് സ്നേഹം കാണിക്കുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്. അതൊക്കെയും സമസ്ത പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുപോലെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാലോ തെറ്റുകൾ പറ്റിയാലൊന്നും അവരെ പരസ്യമായിട്ട് വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യില്ല. അതൊക്കെ മുത്തുനബിയോടുള്ള ഒരു മഹബത്തിന്റെ ഭാഗമായിട്ട്, അഹ്ലു ബൈത്തിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അഹ്ലു ബൈത്ത് എന്നുള്ള നിലക്ക് തങ്ങന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് സുന്നികൾ മാത്രമാണല്ലോ. സുന്നികളല്ലാത്ത ഏതെങ്കിലും വിഭാഗങ്ങൾ തങ്ങന്മാരെ അഹ്ലു ബൈത്ത് എന്ന നിലക്ക് സ്നേഹിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷേ സുന്നികൾക്ക് തങ്ങന്മാരോടുള്ള ആദരവും സ്നേഹവും ഒക്കെ മറ്റൊരു നിലക്ക് മുതലെടുക്കുകയാണ് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അത്തരത്തിൽ സുന്നികളുടെ ഈ ആദരവും സ്നേഹവും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇത്തരം ശ്രമങ്ങൾക്ക്, മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിട്ടും വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടായിട്ട് പോലും അവർക്ക് എന്തുകൊണ്ടാണ് വേണ്ടത്ര വളർച്ച കേരളത്തിൽ ഇല്ലാതെ പോയത്? കേരളത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് അഹ്ലു ബൈത്തിനെ അവർ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പല പദ്ധതികളിലും തങ്ങന്മാരെ പ്രചാരകരാക്കി മാറ്റുന്നത് ഇത്തരം ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതല്ലാതെ അഹ്ലു ബൈത്തിനെ അംഗീകരിക്കുന്നത് കൊണ്ടൊന്നും അല്ല അവർ പല പദ്ധതികളിലും തങ്ങന്മാരെ മുമ്പിൽ നിർത്തുന്നത്. അവരുടെ സമ്മേളനങ്ങളിലേക്ക് തങ്ങന്മാരെ വിളിക്കുന്നത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല.
അവരുടെ പല പ്രഭാഷണ വേദികളിലും നമ്മൾ കേട്ടതാണല്ലോ, തങ്ങന്മാർ എന്നൊരു വിഭാഗം തന്നെ ഇല്ല എന്നും ഷിർക്കിന്റെ മൊത്ത കച്ചവടം നടക്കുന്നത് ഈ പാണക്കാട് കുടുംബത്തിൽ നിന്നാണെന്നൊക്കെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പല പ്രബോധന വേദികളിൽ നിന്ന് നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ. പക്ഷെ ഈ യാഥാർത്ഥ്യമൊന്നും പാണക്കാട് കുടുംബം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അങ്ങനെ അവരെ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവരുടെ വലയിൽ ചെന്ന് കയറി കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രയാസമാണ് മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് സയ്യിദന്മാർ അത്തരം ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കാതെ അവരെ വിശ്വസിക്കുന്ന, അവരെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് മാതൃകയാക്കുന്നുണ്ടല്ലോ. അത് ഈ മുസ്ലിം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്നുണ്ടല്ലോ. സമസ്ത പഠിപ്പിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാണക്കാട് കുടുംബം ചെയ്യുന്നത് മറ്റൊരു ഭാഗത്ത്. ഏതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് കേരളീയ മുസ്ലിങ്ങളുള്ളത്. വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. കാരണം ഭൂരിഭാഗം ആളുകളും സുന്നികളായതുകൊണ്ട് സമസ്ത പറയുന്നതും അംഗീകരിക്കണം, അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാരെ തള്ളിക്കളയാനും സാധിക്കില്ല. എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയിലാണ് ഇന്ന് വലിയൊരു വിഭാഗം സുന്നികളുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സാഹചര്യം മുസ്ലിം സമൂഹത്തിന് വളരെയധികം മോശം കാലാവസ്ഥ ആയതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാർ ഇത്തരമൊരു നിലപാടിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇത്തരമൊരു മോശം സാഹചര്യത്തിൽ ചിതറിക്കിടക്കുന്ന മുസ്ലിം വിഭാഗങ്ങളെല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കും പാണക്കാട് തങ്ങന്മാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരം നയനിലപാടുകളിലേക്ക് പോകുമ്പോഴും മുത്തുനബിയുടെ പ്രവചനം അത് സംഭവിക്കാതിരിക്കൂലല്ലോ. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകുമെന്നാണല്ലോ പറഞ്ഞത്, അല്ലാതെ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും 73 വിഭാഗമാകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുത്തുനബിയുടെ ഉമ്മത്തായ മുസ്ലിം സമൂഹം 73 വിഭാഗമാകുമെന്നത് തീർച്ചയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആര് ശ്രമിച്ചാലും, ഖിയാമത്ത് നാൾ വരെ പരിശ്രമം നടത്തിയാലും ഈ മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. അത് മുത്തുനബിയുടെ പ്രവചനമാണ്. അപ്പോൾ അത്തരം പരിശ്രമങ്ങൾ പാഴ്ശ്രമങ്ങളാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുമാത്രമല്ലല്ലോ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരേ ആശയക്കാരല്ലല്ലോ, വ്യത്യസ്ത ആശയങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. ആദർശപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ്. ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് മറ്റ് വിഭാഗങ്ങൾ മുശ്രിക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. പരസ്പരം മുസ്ലിങ്ങളാണ് എന്ന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിഭാഗങ്ങളെ എങ്ങനെയാണ് ഒന്നിപ്പിക്കുക, ഒരു കുടക്കീഴിൽ നിർത്തുക? ചിതറിക്കിടക്കുന്ന മുസ്ലിം വിഭാഗങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവർ തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നീക്കിക്കൊടുത്ത് അവരെ ആശയപരമായി ഒന്നിപ്പിച്ചതിന് ശേഷം മാത്രമേ സംഘടനാപരമായിട്ട് ഒന്നിപ്പിക്കാൻ കഴിയൂ. അതിനൊരിക്കലും സാധിക്കില്ല എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലെ മുസ്ലിം സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെ അവരുടെ വഴിക്ക് വിടുക, എന്നിട്ട് ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കുക. അതുകൊണ്ട് മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യമുള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യം എന്താണ്? അധികാരം നേടിയെടുക്കുക, അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഭരണം നടത്തുക. മുസ്ലിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മാറ്റിയെടുക്കണമെങ്കിലും അധികാരം വേണമല്ലോ. അങ്ങനെ അധികാരം ലഭിക്കണമെങ്കിൽ ഭൂരിപക്ഷം വിഭാഗത്തെ കൂട്ടുപിടിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തെ കൂട്ടുപിടിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ലാതെ 10% പോലുമില്ലാത്ത വിഭാഗങ്ങളെ എന്തിനാണ് അവരെ കൂട്ടുപിടിക്കുന്നത്? സത്യത്തിൽ അതായിരുന്നു ആദ്യകാലത്തൊക്കെ സയ്യിദന്മാർ, പാണക്കാട് തങ്ങന്മാർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ SYSന്റെ തലപ്പത്തേക്ക് എത്തിയത്. അതുകൊണ്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബാഫക്കി തങ്ങൾ മുജാഹിദ് പള്ളിയിൽ കയറാതെ തിരിച്ചു പോയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അത്തരം ഭൂരിപക്ഷങ്ങളുടെ വിശ്വാസത്തിന് ഒരു പരിഗണനയും കൊടുക്കാതെ 10% പോലുമില്ലാത്ത ഈ ബിദഈ കക്ഷികളുടെ വിശ്വാസത്തിന് പരിഗണന കൊടുക്കുന്ന, അതിൻ്റെ പ്രചാരകരായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുക, തബ്ലീഗ് പരിപാടിയിൽ പങ്കെടുക്കുക. ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഫിത്നയ്ക്ക് തുടക്കം കുറിച്ച, മുസ്ലിങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ കാരണമായ മുജാഹിദിൻ്റെ ഏറ്റവും വലിയ നേതാവിൻ്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുക, അദ്ദേഹത്തെ മഹാനാക്കി വാഴ്ത്താൻ ശ്രമം നടത്തുക, ബിദഈകളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുക, ജമാഅത്തുമായിട്ടുള്ള ബന്ധം ബലപ്പെടുത്തുക, ജമാഅത്തുകാരുടെ ബൈത്തുൽ സക്കാത്തിന്റെ പ്രചാരണം നടത്തുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അങ്ങനെ സാധാരണ ഒരു സുന്നിയായ ആള് ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ വലിയ ആത്മീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരെ മാതൃകയാക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? അതൊന്നും ദീനിൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല, നമുക്കും ചെയ്യാമെന്നല്ലേ കരുതൂ.
അതെല്ലാം അഹ്ലുസുന്നയിൽ പെട്ടതാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? ഈ നേതാക്കളുടെ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും ബിദ്അഈ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയാൽ, അത്രയും ബിദ്അഈ ചിന്താഗതി മാതൃകയാക്കിയാൽ, ആ അത്തരക്കാരുടെ പാപഭാരം കൂടി ഈ തങ്ങന്മാരെ ഏൽക്കേണ്ടി വരില്ലേ? ഉദാഹരണത്തിന് സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമാണ്. അതിന് കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ പറ്റൂ. ആ നിബന്ധനകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ബൈത്തു സക്കാത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ബൈത്തു സക്കാത്തിലൂടെയാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അവരുടെ സക്കാത്ത് വീടൂല എന്ന് വലിയ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അതിൻ്റെ പ്രചാരണം ഇവർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ, ഇവരെ വിശ്വസിക്കുന്ന ആളുകൾ അതിൽ പെട്ടുപോയാൽ, അവർ അതിലൂടെ സക്കാത്ത് കൊടുത്താൽ അവരുടെ സക്കാത്ത് വിടുകയില്ല. നാളെ പരലോകത്ത് വെച്ച് അവർ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ആരാണ് അവരെ ഏറ്റെടുക്കേണ്ടത്? ഇവർ ഇങ്ങനൊരു മാതൃക കാണിച്ചത് കൊണ്ടല്ലേ അവർ അത്തരം വലിയ ചതിക്കുഴിയിൽ പെട്ടുപോയത്. അവരുടെ പാപഭാരം കൂടെ ഈ തങ്ങന്മാരെ ഏറ്റെടുക്കേണ്ടി വരില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ സക്കാത്ത് വീടാതെ ആ വലിയ സാമ്പത്തിക നഷ്ടം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കാരണം ഈ തങ്ങന്മാരായിട്ട് മാറൂലേ? നേരെ മറിച്ച് വലിയ പണ്ഡിതന്മാരോട് അത്രയും വിഷയങ്ങൾ കൂടിയാലോചിച്ച് അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സക്കാത്ത് അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഒരു മുസ്ലിമിന്റെ സക്കാത്ത് വീടുകയില്ല എന്ന് തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അതല്ലേ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ഖൈർ? എൻ്റെ അഭിപ്രായത്തിൽ പാണക്കാട് തങ്ങന്മാർ പൂർണ്ണമായിട്ടും ആത്മീയ നേതാവ് എന്ന നില മാറിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കട്ടെ. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നേതൃത്വം കൊടുത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അതൊരു കാരണമാകും. ഇല്ലെങ്കിൽ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആളുകൾ വിഭജിച്ചു കൊണ്ടേയിരിക്കും. അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ചിലപ്പോൾ മുസ്ലിം സമൂഹത്തിന് ദോഷമായിട്ട് വരുന്നുണ്ടാവുമല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയല്ലേ നല്ലത്? അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്ക് അത് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ അത്തരം ദീനീ വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഉടനെ വലിയ കുപ്രചരണമാണ് നടക്കുന്നത്. അയാൾ പാണക്കാട് തങ്ങൾക്കെതിരാണ്, അയാൾ പാണക്കാട് തങ്ങളെ കുറ്റം പറയുകയാണ്, തങ്ങന്മാരോട് യാതൊരു ബഹുമാനമില്ല എന്നുള്ള രീതിയിലുള്ള വലിയ കുപ്രചരണമാണ് പിന്നീട് നടക്കുന്നത്. പണ്ഡിതന്മാരെ ഇഴത്തിക്കെട്ടാനും താഴ്ത്തിക്കെട്ടാനുള്ള കുപ്രചരണങ്ങളാണ് പിന്നീട് നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വഹാബികളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അവർക്ക് വേണ്ടത് പണ്ഡിതന്മാരോട് ജനങ്ങൾക്കുള്ള ബഹുമാനത്തെയും ആദരവിനെയും ഇല്ലാതാക്കുക, തങ്ങന്മാരോടുള്ള മഹബത്തിനെ ഇല്ലാതാക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി എന്ത് വലിയ കുപ്രചരണം നടത്താനും അവർ തയ്യാറാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഈ തങ്ങന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തെ ഭയന്നുകൊണ്ട് പണ്ഡിതന്മാർ അത് പറയാതിരിക്കും. അങ്ങനെ പണ്ഡിതന്മാർ കൃത്യമായി ദീൻ പറയാതിരുന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയാതെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഏതാണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. ഈ സമൂഹം വലിയ നാശത്തിലേക്ക് തന്നെ കൂപ്പുകുത്തും. പാണക്കാട് തങ്ങന്മാരോടുള്ള സർവ്വ ആദരവും വകവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഏറ്റവും നല്ലത് പാണക്കാട് തങ്ങന്മാർ കാളി അടക്കമുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ രാജ്യത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള മറ്റ് അനേകം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.